എന്നെ വിട്ടേച്ച് ദേ ഇത് കഴിച്ചോ. അത് കൊള്ളാലോ, ഇത് വളരെ യമ്മി ആയിട്ടുണ്ടല്ലോ. ആ ബോസ്, ശരിക്കും ഈ മത്സ്യങ്ങൾക്ക് നല്ല രുചിയുണ്ടല്ലോ. ഇത്രയ്ക്ക് വെളിച്ചമോ? പോകവിടുന്ന്. മരീന, നീ എങ്ങനെയാ വന്നത്? കടലിനിടയിൽ എന്ത് സംഭവിച്ചാലും അതെനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. വരൂ, ബ്ലാക്ക് മെർമെയ്ഡ്സ് എവിടെയുണ്ടാവുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓ താങ്ക് യു, നീ കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത്. എനിക്കിപ്പോ നല്ല സന്തോഷമായല്ലോ. എനിക്കിത് പറയാൻ പോലും പറ്റുന്നില്ല. നിന്റെ കണ്ടപ്പോ എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്ന് അറിയുമോ? ഇതിപ്പോ എന്തൊരു പ്രശ്നമാണ്. ഈ സ്ഥലം പുറത്തു തന്നെ നോക്കുമ്പോ ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്നു. അകത്തേക്ക് ചെന്നാലുള്ള കാര്യം പറയേ വേണ്ട. അപ്പോൾ ഇവരാണല്ലേ പുതിയ കളക്ഷന്റെ മെമ്പേഴ്സ്? അത് കലക്കി. ഒരു പ്രാവശ്യം കൂടി ഞാൻ 100 ഹ്യൂമൻ സ്റ്റാറ്റസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ മജീഷ്യന്റെ മാജിക് പവർ ഒബ്സർവ് ചെയ്തെടുക്കും. പിന്നെ ഞാൻ ഈ സീ വേൾഡിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും. പിന്നെ ഞാൻ സീ വേൾഡിനെ മാത്രമായിരിക്കില്ല, ഈ ഹ്യൂമൻ വേൾഡിനെ തന്നെ ഭരിക്കുന്നതായിരിക്കും. ഈ കാണുന്ന കേജിന്റെ അകത്ത് ബ്ലാക്ക് മെർമെയ്ഡ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ അകത്ത് പോയാൽ കുടുങ്ങി പോവും. ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. രുദ്ര, നിങ്ങൾ അകത്തേക്ക് വന്നോ. ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഇത് വളരെ വ്യത്യസ്തമായ ലോകമാണെന്ന് തോന്നുന്നല്ലോ. ഹ്യൂമൻസിനെ അറസ്റ്റ് ചെയ്ത് ട്രോഫിയാക്കി മാറ്റിയിരിക്കുകയാണ്. മുത്തശ്ശനും മറ്റുള്ള എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. മറീന, മുത്തശ്ശൻ ഇവിടെയുണ്ട്. മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ലല്ലോ. മുത്തശ്ശി കണ്ണടിച്ച് കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലെന്നർത്ഥം. എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ രക്ഷിക്കണം. എന്താ എന്റെ പ്ലാൻ? അവിടെ ആരാ? ഈ 2 പിള്ളേർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ബ്ലാക്ക് മെർമെയ്ഡിന്റെ സ്ഥലത്ത് കുട്ടികൾ ആരും തന്നെ ഇല്ലല്ലോ. പിടിക്കവരെ. രുദ്ര, വേഗം വരെ. ഇവരുടെ കൂടെ വഴക്കൂടാൻ നമ്മളെ കൊണ്ടാവില്ല. അവര് വേഗം പോകുന്നതിന് മുമ്പ് പിടിക്കോ അവരെ. എവിടെ പോയി? അവരെവിടെ പോയി? നിങ്ങൾ രണ്ടുപേരും വേഗം അതിന്റെ അകത്ത് ഒളിച്ചിരിക്കണം. ഞാൻ സിഗ്നൽ തരുന്നവരെ പുറത്തു വരരുത്. എവിടെയാണ് മെർമെയ്ഡ്സ്? നമ്മളത് അന്വേഷിക്കുകയാണ്. എവിടെയുണ്ട്? പിടിക്കവരെ. ഹ്യൂമൻ, ഓ നീയാണല്ലേ നിന്റെ മാജിക് പവർ യൂസ് ചെയ്ത് ഞങ്ങളുടെ ആളുകൾ എവിടെ നിന്നും ഓടിച്ചത്? എന്റെ പേര് രുദ്ര. എന്താണ്
നിങ്ങൾ ആവശ്യമില്ലാതെ എന്റെ മുത്തശ്ശനെയും ഫ്രണ്ട്സിനെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരെല്ലാരും വിട്ടേക്ക്, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. നീ വെറും ചെറുക്കനാണ്. ഞങ്ങളുടെ ഒപ്പം മത്സരിക്കാൻ നിന്നെ കൊണ്ടാവില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഈ ബൈസ്ക ഹിപ്നോസ്റ്റിക്കോ. ബ്ലാക്ക് മെർമെയ്ഡ്സ് ആയ ഞങ്ങളുടെ കണ്ണിന് മുന്നിൽ ഒരു പ്രൊട്ടക്ഷന്റെ നെറ്റ് ഉണ്ട്. അതുള്ളതുവരെ നിന്റെ മാജിക്കിനൊന്നും ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എന്റെ മാജിക് തീർച്ചയായിട്ടും നിന്നെ നശിപ്പിക്കുന്നതായിരിക്കും. എങ്കിലും നമുക്കൊന്ന് രുദ്രയെ രക്ഷിക്കണം. നിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ നിന്റെ പവറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അറ്റാക്ക്! ഹലോ 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 ഹലോ. എടാ, നീ വീണ്ടും തിരിച്ചെത്തിയോ? എന്നെ ഒന്ന് വിട്ടേച്ചതാ. ഇത് പിടിച്ചോ. നീ ഒരുപാട് വിലസിതല്ലേ രുദ്ര. ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ തന്നെ വരാം. രുദ്ര, നീ എഴുന്നേക്ക്. നിനക്ക് നിന്റെ മുത്തശ്ശനെയും സുഹൃത്തുക്കളെയും രക്ഷിക്കാനുള്ളതാണ്. നിന്റെ ഫാമിലിയെ, നിന്റെ മുത്തശ്ശനെ ബ്ലാക്ക് മെർമെയ്ഡ്സിന്റെ കൗശലത്തിന് മുന്നിൽ വിട്ടുകൊടുക്കരുത്. രുദ്ര! മറീന, ഇവർക്കൊക്കെ പെട്ടെന്ന് എന്താ പറ്റിയത്? ഈ വെളിച്ചം അവർക്ക് സഹിക്കാൻ പറ്റില്ല രുദ്ര. ആരെങ്കിലും പെട്ടെന്ന് പ്രകാശം ഒന്ന് തടഞ്ഞു നിർത്ത്. പെട്ടെന്ന് എന്താ പറ്റിയത്? ഈ ബൈസ്ക ബൂം ചെക്ക് ചെക്ക് ബൂം. ഞങ്ങളെ വിട്ടേക്ക്, വിട്ടേക്ക്. വിടൂ. ഞങ്ങൾ താഴേക്ക് പോകാൻ അനുവദിക്കും. ഞങ്ങൾക്ക് ഈ വെളിച്ചം അധികം സമയം ധാരണം ചെയ്യാനാവില്ല. പ്ലീസ്, ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. വിട്ടയച്ചേക്കാം. അതിനു മുമ്പ് എന്റെ എല്ലാ കൂട്ടുകാരെയും വിട്ടേക്ക്. നിങ്ങളെ പോലത്തെ ആൾക്കാരെ വിശ്വസിക്കുന്ന തെറ്റ് ഞാൻ ഒരിക്കലും ചെയ്യില്ല. ആദ്യം അവരൊക്കെ പുറത്തേക്ക് വരട്ടെ. മിടുക്കൻ. ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ പോകണം. അതിനെങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കൂ. എല്ലാവർക്കും വീട്ടിലേക്ക് പോവാം. ഡോണ്ട് വറി. താങ്ക് യു രുദ്ര. നീ വീണ്ടും ധൈര്യമായിട്ട് സാഹസങ്ങളൊക്കെ ചെയ്ത് എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചിരിക്കുകയാണ്. മുത്തശ്ശ, താങ്ക്സ് ടു മറീന. അവള് കറക്റ്റ് സമയത്ത് വന്ന് സഹായിച്ചു. മുത്തശ്ശൻ സൂക്ഷിക്കണം കേട്ടോ. തീർച്ചയായും മറീന. ചേട്ടാ, ഇത് വലിയ പ്രശ്നമായല്ലോ. ഞാൻ തീരെ സാഹസങ്ങൾ ചെയ്തതാ. ജയന്റ് ഒക്ടോബസിന്റെ വായിക്കകത്ത് പോയതല്ലേ. ഇതിലും കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ഇതിനു വേണ്ടി ആരും എനിക്ക് താങ്ക് യു പറയുന്നില്ലല്ലോ. താങ്ക് യു രംഗില. നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. വേഗം ചെന്ന് ആഹാരം കൊണ്ടുവരൂ. യെസ്.
ഞാൻ പറയുന്നത് കേൾക്കൂ, ആദ്യം ആഹാരം ഇവന് കൊടുക്കൂ. അവൻ ഭയങ്കര വിശപ്പില്ല. വീണ്ടും എന്നെ കൊണ്ടൊന്നും പറ്റില്ല.